Good morning students. In this class, we will superconductivity. Superconductivity it is one of the most exciting fields both in the solid state physics and chemistry. Conductors conductors, it has the ability to pass the electrons. Electrical ayalum, thermal ayalum, ഇലക്ട്രോൺസിനെ കടത്തിവിടുന്നു. അപ്പോൾ ഇലക്ട്രോൺസിനെ കടത്തിവിടുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കറൻസിനെ അത് കടത്തിവിടുമ്പോൾ സ്വാഭാവികമായും ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ട്. ആ ഒപ്പോസിങ് ഫോഴ്സിന് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. അതായത് ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഫ്ലോയിനെ എന്താ പറയുക, ആ ഒരു കറണ്ടിനെ പ്രതിരോധിക്കാതെ അതിൻ്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്നു, അതായത് പ്രതിരോധിക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ളതിനാണ് നമ്മൾ ആ ഒരു പ്രോപ്പർട്ടീനാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മളിന്ന് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ഒട്ടും തന്നെ ഇല്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു സീറോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യമാണെങ്കിൽ ഇറ്റ് കണ്ടക്ട്സ് ദ കറൻസ്. സീറോ റെസിസ്റ്റൻസ്, ഇൻ ദി സീറോ റെസിസ്റ്റൻസ് ഇറ്റ് ക്യാൻ കണ്ടക്ട് കറണ്ട്. സോ ആ ഒരു എലമെൻസിനെ അല്ലെങ്കിൽ ആ ഒരു കണ്ടക്ടേഴ്സിനെ നമുക്ക് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയാം. സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു എലമെൻസോ അങ്ങനെയൊന്നുമില്ല. സാധാരണയുള്ള നമ്മുടെ എലമെൻസിനെ പല റിയാക്ഷനും കൊടുത്ത് അതിനെ സൂപ്പർ കണ്ടക്ടേഴ്സാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതൊരു 1911 കാമർലിംഗ് ഓൺസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്, കാമർലിംഗ് once in 1911, അതായത് ഏതാണ്ട് 110ഓളം വർഷങ്ങൾക്ക്, ഇന്നേക്ക് ഒരു 110ഓളം വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു സയൻറ്റിസ്റ്റാണ് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു പ്രതിഭാസം കണ്ടുപിടിച്ചത്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം നമ്മുടെ ഈ മെർക്കുറി ആ ഒരു എലമെൻറ്റ് ഒരു ലോ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്തു. ലോ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്തപ്പോൾ ഒരു 4.2 കെൽവിൻ, ഒരു 4.2 കെൽവിനോട് അടുത്ത് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? അതിൻ്റെ റെസിസ്റ്റൻസ് പെട്ടെന്ന് ഡ്രോപ്പ് ഔട്ടായി, പെട്ടെന്ന് അത് സീറോയിലേക്ക് പോയി. അതായത് റെസിസ്റ്റൻസ് ഫ്രീ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി. ഈ ഒരു ഫിനോമിന, അതായത് ദാറ്റ് ഈസ് ദ ഫിനോമിന ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽ ബിലോ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, അതിനെയാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ വരയ്ക്കുവാനാണെങ്കിൽ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് വരയ്ക്കാം, ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ കൊടുക്കാം. ടെമ്പറേച്ചർ ഈസ് അലോങ് എക്സ് ആക്സിസ് ആൻഡ് റെസിസ്റ്റൻസ് അലോങ് ദി വൈ ആക്സിസ്. അതായത് മെർക്കുറിയുടെ ടെമ്പറേച്ചർ നമ്മൾ കുറച്ചുകൊണ്ട് വന്നപ്പോൾ, അതായത് ഇവിടെ നിന്ന് തുടങ്ങാം, ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് വന്നപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലെത്തി അതിൻ്റെ റെസിസ്റ്റൻസ് 0 ആയി മാറി. ദാറ്റ് ഈസ് ഒരു 4.2 കെൽവിൻ എത്തിയപ്പോഴേക്കും അത് 0 ആയി മാറി. അതായത് ഈ ഒരു മെർക്കുറി ഇവിടെ തുടങ്ങി ഇവിടം വരെ അത് ഒരു നോർമൽ കണ്ടക്ടറായിട്ട് ബിഹേവ് ചെയ്യുന്നു. ഈ ഒരു ടെമ്പറേച്ചറിന് താഴോട്ട് അതൊരു സൂപ്പർ കണ്ടക്ടറായിട്ട് ബിഹേവ് ചെയ്യുന്നു. ഇത് 4.2 കെൽവിൻ. ഓക്കെ, ഇങ്ങോട്ടേക്ക് നോർമൽ കണ്ടക്ടറും ടെമ്പറേച്ചർ കുറവുള്ള റീജിയനിൽ അത് സൂപ്പർ കണ്ടക്ടറും. ഈ ഒരു ടെമ്പറേച്ചർ, അതായത് അതിൻ്റെ നോർമൽ കണ്ടക്ടറിൽ നിന്നും സൂപ്പർ കണ്ടക്ടറിലേക്ക് ട്രാൻസിഷൻ സംഭവിച്ച ഈ ഒരു ടെമ്പറേച്ചറിനെ നമുക്ക് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയാം. ട്രാൻസിഷൻ ടെമ്പറേച്ചർ, ഇതിനെ തന്നെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നും കൂടി പറയും. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഓക്കെ, ഇനി ഈ ഒരു ടെമ്പറേച്ചർ, അതായത് ഒരു 4.2 കെൽവിൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു -269 ഡിഗ്രി സെൽഷ്യസ് വരും. ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇത്രയും കുറഞ്ഞ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാനും, അല്ലെങ്കിൽ ആ ഒരു കുറഞ്ഞ ടെമ്പറേച്ചറായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതായത് ഒരു ലിക്വിഡ് ഹീലിയം ടെമ്പറേച്ചറാണ്. ലിക്വിഡ് ഹീലിയത്തിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ളൊരു മെൽറ്റിംഗ് പോയിന്റ് ടെമ്പറേച്ചറാണ് 4.2 കെൽവിൻ എന്ന് പറയുന്നത്. അതായത് ഈ ലിക്വിഡ് ഹീലിയത്തിൻ്റെ ഈ ടെമ്പറേച്ചർ വരെ ഒരു ലാബിൻ്റെ സിറ്റുവേഷനും ഒക്കെ ഈ ഒരു ടെമ്പറേച്ചറിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞത് ചെറിയൊരു പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ദാറ്റ് ഈസ് ഹൈലി എക്സ്പെൻസീവ്. സോ നമുക്ക് ഈ ഒരു ടെമ്പറേച്ചറിനെ കൂട്ടിക്കൊണ്ടുവരിക, അതായത്
അതായത് 4.2 കെൽവിൻ എന്ന് പറഞ്ഞത് കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ ഒരു നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുന്നതിന് അങ്ങനെയുള്ള സൂപ്പർ കണ്ടക്ടേഴ്സ്, അങ്ങനെ കുറച്ച് റിസർച്ചൊക്കെ നടന്നു, അങ്ങനെ കുറേ സൂപ്പർ കണ്ടക്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് ഹൈ TC സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഈ ഒരു ഇയർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇതിന് ശേഷം കാമർലിംഗ് വൺസ് ലെഡിലും അതേപോലെ തന്നെ ടിന്നിലും ഇൻഡാലിയത്തിലൊക്കെ ഈ ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യത്തിലേക്ക് ഈ റിസർച്ച് നടത്തി. ഇനി ഒരു 1977, അതായത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണെന്നൊന്ന് ശ്രദ്ധിക്കണം. 1977 NB3G ഈ ഒരു സെറാമിക് ഒരു ഇന്റർ മെറ്റാലിക് കോമ്പൗണ്ടാണ്. ഈ ഒരു കോമ്പൗണ്ട് കാണിച്ചിരിക്കുന്ന ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് ഒരു 23 കെൽവിൻ. ഓക്കെ, അതിനുശേഷം പിന്നെയും റിസർച്ചൊക്കെ നടന്നു, ഒരു 77 വരെയും എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു 1988 ഒരു 125 കെൽവിൻ, അതൊരു TI കുപ്രേറ്റ്, ഈ ഒരു സെറാമിക് കോമ്പൗണ്ടാണ്. ഈ ഒരു സെറാമിക് കോമ്പൗണ്ട് അല്ല, സെറാമിക്സിൽ നമുക്കൊരു 125 ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. റിസർച്ചേഴ്സ് ഇനിയും ഈ ടെമ്പറേച്ചർ കൂട്ടാൻ വീണ്ടും അതിൻ്റെ സ്റ്റഡീസൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. സോ നമുക്ക് പറയാം സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞത് എന്താണ്? ഇറ്റ് ഹാസ് that is the disappearance, it is the phenomenon of disappearance of the electrical resistance of the material below the critical temperature. That is the superconductivity, and the material in this state was called superconductor. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ ഈ സൂപ്പർ കണ്ടക്ടേഴ്സിന് പ്രധാനപ്പെട്ട 2 പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം. ഇതെന്താണെന്ന് നമുക്ക് പുറകെ നോക്കാം. പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം എന്ന് പറഞ്ഞത് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ റിപ്പൽ ചെയ്യാം, അങ്ങനെ ഒരു കഴിവും കൂടി സൂപ്പർ കണ്ടക്ടേഴ്സിനുണ്ട്. അപ്പോൾ ഈ ഒരു സൂപ്പർ കണ്ടക്ടേഴ്സ് ഉള്ള ഒരു കോയിൽ ഉപയോഗിച്ച്, അതായത് അതിൻ്റെ ക്രിട്ടിക്കൽ ഫീൽഡ് ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ആ ഒരു കോയിലിൽ ഹെവി കറൻസ് ഒക്കെ കുറേ നാളത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഡിസ്കവറി ഓഫ് ദിസ് സൂപ്പർ ഫ്ലൂയിഡ്സ്, ഓർ ഇതിനെ നമുക്ക് ക്വാണ്ടം ഫ്ലൂയിഡ്സ് എന്ന് കൂടി പറയും. ദാറ്റ് ഈസ് ദ ഡിസ്കവറി ഓഫ് ദിസ് ക്വാണ്ടം ഫ്ലൂയിഡ്സ്. ഇറ്റ് ഈസ് ദ ന്യൂ ഏരിയ ഇൻ ദി കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്. So these superconductors are materials of extraordinary electrical and magnetic characteristics. They exhibit perfect conductivity and perfect diamagnetism. Perfect conductivity and perfect diamagnetism. Perfect conductivity എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? It implies the zero resistance. Perfect diamagnetism and perfect conductivity. Okay, perfect conductivity എന്ന് പറയുമ്പോൾ zero resistance. It implies zero resistance. Hence, there is no power loss. Okay, and what about the perfect diamagnetism? Perfect diamagnetism implies very strong repulsion in the magnetic field. This means there is the generation of the strong force against the gravity. അതിന് നമുക്ക് ഈ ലെവിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സൊക്കെ ഉണ്ട്. അതായത് സപ്പോസ് ഈ ഒരു പെൻ ഒരു സൂപ്പർ കണ്ടക്ടറാണെന്ന് വിചാരിക്കാം. അത് ഒരു മീസ്നസ് എഫക്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഒരു സൂപ്പർ കണ്ടക്ടറാണെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കണ പോലെ തോന്നും. ഓക്കെ, അതായത് ഈ ഒരു ഗ്രൗണ്ടായിട്ട് യാതൊരു കോണ്ടാക്റ്റ് ഇല്ലാതെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ഡയാമാഗ്നറ്റിസം. ആ ഒരു എഫക്റ്റിന് നമുക്ക് മീസ്നേഴ്സ് എഫക്റ്റ് എന്ന് പറയാം. അത് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. സോ ദിസ് ക്യാരക്ടറിസ്റ്റിക്സ്
that is the perfect diamagnetism and perfect conductivity. These characteristics makes the superconductors, they are the materials of the tremendous potential. Okay. ഇനി നമുക്ക് മെയ്സ്നേഴ്സ് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. മെയ്സ്നർ എഫക്റ്റ് 1933 മീസ്നർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്, മീസ്നറും അതേപോലെ തന്നെ ഓഷൻഫീൽഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ് ഈ ഒരു പ്രതിഭാസം കണ്ടുപിടിച്ചത്. ആ ഒരു പ്രതിഭാസം അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ പിന്നീട് അറിയപ്പെട്ടു. ഓക്കെ, നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ച വർഷം ഏതായിരുന്നു? 1911. അതിനുശേഷം, അതായത് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എലമെൻറ്റ് ടെമ്പറേച്ചർ കുറച്ച്, ഏത് ടെമ്പറേച്ചറിൽ ആ ഒരു ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് വന്നപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ആ ഒരു ടെമ്പറേച്ചറിന് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നോ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്നോ പറഞ്ഞു. ആ ഒരു ടെമ്പറേച്ചറിന് ശേഷം, അതായത് ആ ഒരു ടെമ്പറേച്ചറിനേക്കാളും കുറവായാൽ എന്ത് സംഭവിക്കുന്നു? അത് ആ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഏതാണ് കോമ്പൗണ്ട് എടുത്തിരിക്കുന്നത്, അത് അതിൻ്റെ നോർമൽ ബിഹേവിയറിനേക്കാൾ അപ്പുറം അതൊരു സൂപ്പർ കണ്ടക്റ്റിംഗ് ബിഹേവിയർ കാണിക്കുന്നു. ഓക്കെ, അതിനുശേഷം ഒരു 20 വർഷങ്ങൾക്ക് ശേഷമാണ് മീസ്നേഴ്സിൻ്റെ ആ ഒരു എഫക്റ്റ് വന്നിട്ടുള്ളത്. ഇനി എന്താണ് ഈ എഫക്റ്റ് എന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഡ്രോപ്പ് ഔട്ട് ചെയ്തു പോകുന്നു, 0 റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. ഇനി അങ്ങനെയുള്ള ഒരു സൂപ്പർ കണ്ടക്ടറിൽ കൂടി മാഗ്നറ്റിക് ഫീൽഡ് കടത്തി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ബിഹേവ്സ് ആസ് എ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, that is, when a superconducting material is placed in a magnetic field and cooled below the critical temperature, it behaves as a perfect material. And also one more thing is that it repels the magnetic lines of force. This effect is known as Meissner's effect. അതായത് സപ്പോസ് ഇതൊരു സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു നോർമൽ കണ്ടക്ടർ, സൂപ്പർ കണ്ടക്ടറിലേക്ക് നമ്മൾ മാറ്റിയിട്ടില്ല, ഒരു നോർമൽ കണ്ടക്ടർ, അതിൻ്റെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ T. ഇപ്പോൾ നിലവിൽ ഈ ഒരു നോർമൽ കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് ട്രാൻസിഷൻ ടെമ്പറേച്ചറിനേക്കാളും കൂടുതലാണ്. ഇനി നമ്മൾ കൂൾ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കുന്നു. സ്വാഭാവികമായും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി 0 ആവുന്നു. റെസിസ്റ്റിവിറ്റി 0 ആയി. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഒരു സൂപ്പർ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തുകൂടി കയറാതെ, അതായത് അതിന് യാതൊരു വിധ മാറ്റവും സംഭവിക്കാതെ ആ ഒരു ഫ്ലക്സിനെ എക്സ്ക്ലൂഡ് ചെയ്ത് വേണം ഈ ഒരു ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നത്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ H എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്, that is the applied magnetic field intensity, that is H. ഇനി മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തിരിച്ച് അത് ഒരു നോർമൽ കണ്ടക്ടറായിട്ട് തന്നെ മാറുന്നു. ഇനി ഈ ഒരു പ്രോസസ്സ് നമുക്ക് തിരിച്ചും കൊടുക്കാം. അതായത് ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തതിന് ശേഷം പിന്നെ കൂൾ ചെയ്യാം. അപ്പോഴും ഈ ഒരു പ്രതിഭാസം തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അതായത് ഇതിപ്പോൾ സൂപ്പർ കണ്ടക്ടർ അല്ല, സാധാരണ കണ്ടക്ടർ, അതിനകത്ത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു. ഓക്കെ, ഇനി കൂൾ ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലായിരിക്കും. കൂൾ ചെയ്യുമ്പോഴും നടക്കുന്നത് ഫ്ലക്സ് എക്സ്ക്ലൂഷൻ.
നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു കണ്ടക്ടറിലേക്ക് കയറിയിട്ടില്ല, അതിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്ത്, ഇതിന് യാതൊരു കോട്ടം സംഭവിക്കാതെ എക്സ്ക്ലൂഡ് ചെയ്താണ് പോയിട്ടുള്ളത്. ഓക്കെ, അതായത് സപ്പോസ് ഈ ഒരു ഗ്രൗണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു മാഗ്നറ്റ് വെച്ചു, ആ ഒരു മാഗ്നറ്റിൻ്റെ മുകളിലേക്ക് ഇതൊരു സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ അതിനേക്ക് ഞാനിവിടെ വെക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ആ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും ഫീൽഡ് ഓഫ് ലൈൻസ് വരുന്നു, ഇതിനെ എക്സ്ക്ലൂഡ് ചെയ്ത് ലൈൻസ് പോകും. അപ്പോൾ സ്വാഭാവികമായും ഇത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കും, അതായത് ഗ്രൗണ്ടായിട്ടോ അല്ലെങ്കിൽ മാഗ്നറ്റായിട്ടോ ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. ഓക്കെ, ഇനി ഇത് ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് നോക്കാം, മാഗ്നറ്റിക് ഫീൽഡ് എക്സ്ക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ B = 0, അതായത് ഇൻസൈഡ് ദ സൂപ്പർ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ്, ദാറ്റ് ഈസ് ദ B = 0. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒരു ചെറിയൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കാം. നമുക്കറിയാം B = μ0 × H + m. We know that B = 0 inside the superconductor, and H എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇനി M എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റൻസിറ്റി ഓഫ് ദ മാഗ്നറ്റൈസേഷൻ. ഈ Hഉം Mഉം തമ്മിൽ മാറിപ്പോവരുത്. M എന്ന് പറഞ്ഞത് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, അത് ആ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ആ ഒരു മെറ്റീരിയലിന് എന്തുമാത്രം മാഗ്നറ്റൈസേഷൻ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്ന ആ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് M എന്ന് പറയുന്നത്. H എന്ന് പറഞ്ഞത് നമ്മൾ കൊടുക്കുന്ന ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി, അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. B എന്ന് പറഞ്ഞത് 0 ആണ് ഇൻസൈഡ് ദി സൂപ്പർ കണ്ടക്ടർ. So we can write here H = -m. ഇനി അതേപോലെ തന്നെ സസെപ്റ്റിബിലിറ്റി നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞത് chi = m/h. ഇത് നമുക്കറിയാവുന്ന ഇക്വേഷൻ. സസെപ്റ്റിബിലിറ്റി = മാഗ്നറ്റൈസേഷൻ ഡിവൈഡഡ് ബൈ ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമുക്കറിയാം എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B എന്ന് പറഞ്ഞാൽ എന്താണ്, μ0 × H + m. നമുക്കറിയാം പിന്നെ ഇൻസൈഡ് ദ സൂപ്പർ കണ്ടക്ടർ B എന്ന് പറഞ്ഞത് 0 ആണ്. സോ വി വിൽ ഗെറ്റ് H = -m. ഡയറക്റ്റ് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും -1. ദിസ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദി പെർഫെക്റ്റ് ഡയമagnet. അതേപോലെ തന്നെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ല, റിലേറ്റീവ് പെർമിയബിലിറ്റി μr എന്ന് പറഞ്ഞത് നമുക്കറിയാം 1 + chi, that is equal to 1 + -1, that is equal to 0. These two are the indication of the perfect diamagnetism. Okay, ഇനി മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയത്, മാഗ്നറ്റിക് ഫീൽഡ്, അതായത് നോർമൽ കണ്ടക്ടർ നമ്മൾ കൂൾ ചെയ്തു, അതിനെ സൂപ്പർ കണ്ടക്ടറാക്കി മാറ്റി, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അതായത് ആ ഒരു സൂപ്പർ കണ്ടക്ടറിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തു. ഫ്ലക്സ് എക്സ്ക്ലൂഷൻ, ആ ഒരു ഫിനോമിന നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു. ഇനി അത് തിരിച്ച് നമുക്ക് ഫീൽഡ് സപ്പോസ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു നോർമൽ കണ്ടക്ടറായിട്ട് മാറുന്നു. ഇതിനെ നമുക്ക് ഒരു റിവേഴ്സിബിൾ നേച്ചർ ഉണ്ടെന്ന് നമുക്ക് പറയാം. അത് ഞാൻ വിട്ടുപോയതാണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞത് ഒരു പെർഫെക്റ്റ് കണ്ടക്ടറായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. കാരണം റെസിസ്റ്റൻസ് 0 ആണ്. അതിനനുസരിച്ച് നമുക്ക് കിട്ടി ഇതൊരു പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. ഇൻസൈഡ് ദ സൂപ്പർ കണ്ടക്ടർ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞത് 0 ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി ഒരു ചെറിയൊരു വിരോധാഭാസം കൂടി ഇതിൻ്റെ അകത്തുണ്ട്, അത് ഞാനൊന്ന് പറയാം. നമുക്കറിയാം റെസിസ്റ്റൻസ് 0 ആണ്. സോ റെസിസ്റ്റിവിറ്റി 0 ആണ്. ഓംസ് ലോ അനുസരിച്ച്
നമുക്കിതിനൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് നോക്കാം. We know that the applied, that is the electric field is the applied voltage per length. V is equal to I into R divided by L. A വെച്ച് ഡിവൈഡ് ചെയ്യാം, അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ആർ എ ഡിവൈഡഡ് ബൈ എൽ എന്ന് പറഞ്ഞത് റെസിസ്റ്റിവിറ്റി, I by A എന്ന് പറഞ്ഞത് കറണ്ട് ഡിവൈഡഡ് ബൈ ദി ഏരിയ, ദാറ്റ് ഈസ് ദി current density. So the applied field is equal to rho into J. Okay. അപ്പോൾ ഇത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ്, അതായത് റോ 0 ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 0 ആയി. സോ ദിസ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദി നോ ഇലക്ട്രിക് ഫീൽഡ്. ഇഫ് rho equal to 0, E equal to 0. This indicates that there is no electric field can exist inside the perfect conductor. ഇതിന് നമ്മൾ സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞത് റെസിസ്റ്റൻസ് കുറയുന്നു, അങ്ങനെ കുറഞ്ഞത് 0 ആയി മാറി. 0 ആയിട്ട് മാറുമ്പോൾ അതൊരു പെർഫെക്റ്റ് കണ്ടക്ടർ ആയി മാറി എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ പെർഫെക്റ്റ് കണ്ടക്ടറായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കണം. B 0 ആണെന്ന് നമുക്കറിയാം, E 0 ആണെന്ന് നമുക്കറിയാം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ മാക്സ്വെൽസിൻ്റെ ഇക്വേഷൻ അനുസരിച്ച് ഇയും ബിയും തമ്മിൽ ചെറിയൊരു റിലേഷൻ ഉണ്ട്. അതെന്താണെന്ന് എഴുതാം. ദാറ്റ് ഈസ് കേൾ ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ഡിവൈഡഡ് ബൈ ഡോ ടി. ഇ 0 ആയതുകൊണ്ട് കേൾ ഇ ഈക്വൽ ടു 0. ഓക്കെ, this equation, that is minus dou b by dou t equal to 0, is applicable, or it is only possible when b is a constant. ഓക്കെ, ഇവിടെയാണ് ആ ട്വിസ്റ്റ് നടക്കുന്നത്. ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി b is a constant. That is, this equation states the magnetic flux density, that is the B, magnetic flux density passing through the perfect conductor becomes a constant. But according to this picture, we know that the magnetic field, the magnetic flux density inside the superconductor is 0 because there is the flux exclusion. Flux ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. So magnetic flux density B equal to 0 inside the superconductor. But this equation states that the magnetic flux density passing through the perfect conductor, suppose a perfect conductor ആണെങ്കിൽ it becomes a constant. So hence from this equation or from this observation it is clear that the magnetic flux never change in a conductor that is cooling below the critical temperature. But in a superconductor, the magnetic field becomes 0 below the critical temperature. This contradicts the Meissner's effect. So, the properties of the superconductor and the perfect conductor are different. Hence, the two mutually independent properties, that is the two mutually independent properties defining the superconducting states, they are zero resistivity and perfect diamagnetism. That is, zero resistivity and perfect diamagnetism. Zero resistivity എന്ന് പറയുമ്പോൾ E equal to 0, perfect diamagnetism എന്ന് പറയുമ്പോൾ B equal to 0. ഈ ഒരു രണ്ട് കണ്ടീഷൻസും സൂപ്പർ കണ്ടക്ടേഴ്സ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം. സോ കീപ് ഇറ്റ് ഇൻ മൈൻഡ് ദാറ്റ് the contradicts of the Meissner's effect states that the properties of the superconductor and the perfect conductor, they are entirely different. And these are the important property of the superconductor. It has zero resistivity
and also it has the perfect diamagnetic property, that is E equal to 0 and B equal to 0. Okay, അടുത്ത ക്ലാസ്സിൽ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സും ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സും എന്താണെന്ന് നമുക്ക് നോക്കാം.